Dear friends, welcome to COMART. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായുള്ള കോമാർട്ടിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി മൊഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്ററായ ജേണൽ ആൻഡ് ജേണൽ എൻട്രിയാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ജേണൽ ആൻഡ് ജേണൽ എൻട്രി ചാപ്റ്ററിനെ 3 ഭാഗങ്ങളായി ക്ലാസിഫൈ ചെയ്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജേണൽ ആൻഡ് ജേണൽ എൻട്രി പാർട്ട് 1 ക്ലാസ്സിൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്, പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് എന്നീ 2 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും എല്ലാം ഞങ്ങളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു കോമാർട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്. ഒരു ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ഒന്നുകിൽ ആ ട്രാൻസാക്ഷൻ ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷന്റെ ഭാഗമായി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ക്യാഷ് നടക്കുന്ന സമയത്തോ ആയിരിക്കും. ഇങ്ങനെ ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന ടൈമിനെയാണ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഒരു ട്രാൻസാക്ഷനിലെ റവന്യൂ ഐറ്റവും എക്സ്പെൻസ് ഐറ്റവും റെക്കഗ്നൈസ് ചെയ്യുന്ന സിസ്റ്റത്തെയും മെത്തഡോളജിയെയുമാണ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ പ്രധാനമായും 3ആയി ക്ലാസിഫൈ ചെയ്യാം. 1 ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്, 2 അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്, 3 ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്. ഇനി നമുക്ക് ഈ 3 ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിനെയും കുറിച്ച് വിശദമായി ഡിസ്കസ് ചെയ്യാം. ആദ്യമായി നമുക്ക് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് എന്താണെന്ന് നോക്കാം. ഒരു ട്രാൻസാക്ഷനിൽ ആക്ച്വൽ റെസിപ്റ്റ് ഓഫ് ക്യാഷോ ആക്ച്വൽ പേയ്മെന്റ് ഓഫ് ക്യാഷോ ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുകയുള്ളൂവെങ്കിൽ അത്തരം ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയില്ല. എപ്പോഴാണോ ആ ക്രെഡിറ്റ് ട്രാൻസാക്ഷന്റെ ഭാഗമായി ക്യാഷ് റിസീവ് ചെയ്യുന്നത് ഓർ ക്യാഷ് പേ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ഐഡിയൽ എക്സാമ്പിൾ. രണ്ടാമത്തെ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ മെർക്കൻഡൈൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് എന്നും വിളിക്കാറുണ്ട്. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് ഡ്യൂ ആവുന്ന സമയത്ത് തന്നെ അവയെ റെക്കോർഡ് ചെയ്യും. അതായത് ക്യാഷ് റിസീവ് ചെയ്തോ പേ ചെയ്തോ എന്നതൊന്നും അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് കൺസിഡർ ചെയ്യുന്നില്ല. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രകാരം ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു എക്സ്പെൻസ് പേ ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഇൻകം റിസീവ് ചെയ്തിട്ടില്ലെങ്കിലും ഡ്യൂ ആയി എന്ന ഒറ്റ കാരണത്താൽ അവയെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് ഓർ മിക്സഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇത് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെയും അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെയും ഒരു മിക്സഡ് വെർഷൻ ആണ്. ഹൈബ്രിഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രകാരം ഇൻകത്തെ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിലും എക്സ്പെൻസിനെ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിലുമാണ് റെക്കോർഡ് ചെയ്യുക. അതായത് ഇൻകം ആക്ച്വലി റിസീവ് ചെയ്താൽ മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. എന്നാൽ എക്സ്പെൻസ് ആക്ച്വലി പേ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഡ്യൂ ആയാൽ തന്നെ റെക്കോർഡ് ചെയ്യാം. കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിംഗ് അനുസരിച്ചാണ് ഹൈബ്രിഡ് ഓർ മിക്സഡ് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് വർക്ക് ചെയ്യുന്നത്. ജേണൽ ആൻഡ് ജേണൽ എൻട്രി പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ രണ്ടാമതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിംഗ് ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ആണെന്ന് നമുക്കറിയാം. ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓർ ഇൻപുട്ട് കളക്ട് ചെയ്യുക, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് തുടങ്ങിയ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉപയോഗിച്ച് ബിസിനസ് ട്രാൻസാക്ഷനെ പ്രോസസ് ചെയ്യുക, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ച് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അഥവാ ഔട്ട്പുട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇവയൊക്കെയാണ് അക്കൗണ്ടിംഗ് എന്ന ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റത്തിന്റെ പ്രധാന കോമ്പണൻസ്. ഈ കോമ്പണൻസിനെ കൃത്യമായി ഗൈഡ് ചെയ്യുന്ന എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ആയ റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട വേരിയസ് സ്റ്റെപ്സ് ആണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന കോംപ്ലിക്കേറ്റഡ് ടാസ്കിനെ വളരെ എളുപ്പത്തിൽ മാനേജ് ചെയ്യുക എന്നതാണ്
പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് കണ്ടിന്യൂയിങ് ഇൻ നാച്ചർ ആണ്. ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ ഓരോ സ്റ്റെപ്പും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ 8 സ്റ്റെപ്സ് ആയി നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. 1. ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. 2. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. 3. പോസ്റ്റിംഗ് ഇൻ ലെഡ്ജർ അക്കൗണ്ട്സ്. 4. പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. 5. പോസ്റ്റിംഗ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. 6. പ്രിപ്പറേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. 7. പോസ്റ്റിംഗ് ഓഫ് ക്ലോസിംഗ് എൻട്രീസ്. 8. പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നമുക്ക് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ 8 സ്റ്റെപ്സിനെയും ബ്രീഫായി ഡിസ്കസ് ചെയ്യാം. പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്കൗണ്ടിങ് ഇയറിൽ തന്നെ അനേകം ഡീലിംഗ്സ് ഓർ ട്രാൻസാക്ഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ എല്ലാ ഡീലിംഗ്സിനെയും ട്രാൻസാക്ഷൻസിനെയും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. പ്രധാനമായും 3 ക്രൈറ്റീരിയ ഉപയോഗിച്ചാണ് ട്രാൻസാക്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ, ട്രാൻസാക്ഷൻസ് ഫൈനാൻഷ്യൽ ആൻഡ് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അഥവാ ക്വാണ്ടിഫയബിൾ ആയിരിക്കണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ആയിരിക്കണം. അതായത് ഓണേഴ്സിന്റെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ബിസിനസിന്റെ ട്രാൻസാക്ഷനായി കൺസിഡർ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ ക്രൈറ്റീരിയ, ട്രാൻസാക്ഷന് കൃത്യമായ സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. വൗച്ചർ, ബിൽ, റെസീപ്റ്റ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് തുടങ്ങിയ ട്രാൻസാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസിനെയാണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത്. സോ ഈ 3 ക്രൈറ്റീരിയയും ഫോളോ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഒരു അക്കൗണ്ടിങ് ഇയർ മുഴുവൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എന്നതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷന്റെ പ്രത്യേകത. ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷനെ ജേണലിൽ റെക്കോർഡ് ചെയ്യുക ഓർ ജേണൽ എൻട്രീസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് ഓഫ് അക്കൗണ്ടിനെയാണ് ജേണൽ എന്ന് വിളിക്കുന്നത്. ഏത് ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് ബിസിനസ് ഫോളോ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഏത് പോയിന്റ് ഓഫ് ടൈമിലാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് ഫോളോ ചെയ്യുന്ന ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ ട്രാൻസാക്ഷൻ സംഭവിക്കുന്നത് ആ പോയിന്റ് ഓഫ് ടൈമിൽ തന്നെ ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിരിക്കണം. എന്നാൽ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ കേസിലാണെങ്കിൽ ട്രാൻസാക്ഷൻ സംഭവിക്കുന്ന സമയത്തല്ല, മറിച്ച് ആക്ച്വൽ റെസീപ്റ്റ് ഓർ പേയ്മെന്റ് ഓഫ് ക്യാഷ് നടക്കുന്ന സമയത്താണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് അനുസരിച്ചാണ് ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം പറയുന്നത് ഏതൊരു ട്രാൻസാക്ഷനിലും 2 ആസ്പെക്ട് ഉണ്ടാവും. ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഒരു ഗിവിംഗ് ആസ്പെക്റ്റും. ഇതിൽ ഒരു ആസ്പെക്റ്റിനെ ഡെബിറ്റ് ചെയ്യും, രണ്ടാമത്തതിനെ ക്രെഡിറ്റ് ചെയ്യും. ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ പോലെ തന്നെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അക്കൗണ്ടിംഗ് ഇയർ മുഴുവൻ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ജേണൽ എൻട്രീസിനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്നതാണ്. ഒരു ബിസിനസ്സിൽ എഫക്റ്റ് ഉള്ള മുഴുവൻ അക്കൗണ്ടുകളുടെയും ഒരു കളക്ഷനെയാണ് ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. സാധാരണയായി പോസ്റ്റിംഗ് എൻട്രീസ് ടു ലെഡ്ജർ അക്കൗണ്ട് എന്ന സ്റ്റെപ്പ് ഒരു അക്കൗണ്ടിംഗ് ഇയർ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ ദിവസത്തിൽ ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ടിന്റെയും ബാലൻസ് എത്രയുണ്ട് എന്നറിയാൻ സാധിക്കും. ഇതാണ് പോസ്റ്റിംഗ് ഇൻ ലെഡ്ജർ അക്കൗണ്ട് എന്ന സ്റ്റെപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ 4ാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ലെഡ്ജറിലെ ഓരോ അക്കൗണ്ടിന്റെയും ബാലൻസിന്റെ സമ്മറി സ്റ്റേറ്റ്മെന്റിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുന്നത്. ബിസിനസിന്റെ ഒരു അക്കൗണ്ടിംഗ് ഇയറിലെ ടോട്ടൽ ഡെബിറ്റ് എമൗണ്ട് ടോട്ടൽ ക്രെഡിറ്റ് എമൗണ്ടിന് ഈക്വൽ ആണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണയായി അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനത്തിലാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പോസ്റ്റ് ചെയ്യുക എന്നതാണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ 5ാമത്തെ സ്റ്റെപ്പ്. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് ഫോളോ ചെയ്യുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പോസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്.
ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായി അക്കൗണ്ട് ബാലൻസുകളിൽ അപ്ഡേഷൻ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ അത് എഫക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത്. അക്കൗണ്ടിംഗ് പ്രോസസ്സിലെ പോലെ തന്നെ ആദ്യം ജേണലിൽ റെക്കോർഡ് ചെയ്യുക, തുടർന്ന് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുക, അവസാനമായി ട്രയൽ ബാലൻസിൽ കാണിക്കുക എന്ന ക്രമത്തിൽ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും പോസ്റ്റ് ചെയ്യുന്നത്. അക്രൂഡ് ഇൻകം, അക്രൂഡ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഡെഫറൽസ്, ഡിപ്രീസിയേഷൻ തുടങ്ങിയ ഐറ്റത്തിനൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പോസ്റ്റ് ചെയ്യുക. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനത്തിലാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും പോസ്റ്റ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മുന്നൊരുക്കമാണ് യഥാർത്ഥത്തിൽ പ്രിപ്പറേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പ്രിപ്പയർ ചെയ്ത ശേഷവും ലെഡ്ജറിലെ അക്കൗണ്ട് ബാലൻസിന്റെ ടോട്ടൽ ഡെബിറ്റ് ടോട്ടൽ ക്രെഡിറ്റിന് തുല്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ ഏഴാമത്തെ സ്റ്റെപ്പാണ് പോസ്റ്റിംഗ് ഓഫ് ക്ലോസിംഗ് എൻട്രീസ്. നോമിനൽ അക്കൗണ്ടുകൾക്കാണ് ക്ലോസിംഗ് എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത്. ഇൻകം, എക്സ്പെൻസസ്, വിഡ്രോവൽസ് എന്നിവയുടെയൊക്കെ അക്കൗണ്ടുകളെയാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നോമിനൽ അക്കൗണ്ടുകളെ കുറിച്ച് ജേണൽ ആൻഡ് ജേണൽ എൻട്രി പാർട്ട് 2 ക്ലാസ്സിൽ നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം. നോമിനൽ അക്കൗണ്ടുകളെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ് ക്ലോസിംഗ് എൻട്രീസ് പോസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ജനറലി ക്ലോസിംഗ് എൻട്രീസിന്റെ ബാലൻസ് ആണ് ബിസിനസിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് ആയി മാറുന്നത്. പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റുമാണ് ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ബിസിനസിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് അഥവാ ഓപ്പറേറ്റിംഗ് റിസൾട്ടും ഫൈനാൻഷ്യൽ പൊസിഷനും കാണിക്കുന്നതിന് വേണ്ടിയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയുമാണ് ജേണൽ ആൻഡ് ജേണൽ എൻട്രി പാർട്ട് 1 ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ജേണൽ ആൻഡ് ജേണൽ എൻട്രി പാർട്ട് 2 ക്ലാസ്സിന്റെ ഭാഗമായി നമുക്ക് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ കോമാർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.